ഈ തടാകം ആദ്യം കവരുന്നത് നിങ്ങളുടെ ജീവനല്ല, മറിച്ച് നിങ്ങളുടെ നിഴലിനെയാണ്. എലീനയ്ക്ക് ഇത്തരം ശാപകഥകളിലൊന്നും വലിയ വിശ്വാസമില്ലായിരുന്നു. കിഴക്കൻ യൂറോപ്പിലെ ആ കാടിനുള്ളിലെ തടാകക്കരയിലെത്തുന്നതുവരെ ആ വെള്ളം അനക്കമില്ലാതെ കിടക്കുകയായിരുന്നു, ഒരു മരിച്ച തടാകത്തെപ്പോലെ. അവൾ വെള്ളത്തിലേക്കൊന്ന് കുനിഞ്ഞു നോക്കി. പെട്ടെന്ന് അവളുടെ ശ്വാസം നിലച്ചുപോയി. വെള്ളത്തിലൊന്നും കാണാനില്ല. അവളുടെ മുഖമില്ല, ചുറ്റുമുള്ള മരങ്ങളില്ല, ഒന്നുമില്ല. പേടിയോടെ അവൾ ഫോണെടുത്ത് ഒരു ഫോട്ടോ എടുത്തു. ഫോൺ സ്ക്രീനിൽ അവളുടെ പ്രതിബിംബം തെളിഞ്ഞു വന്നു. പക്ഷേ അവൾ തനിച്ചായിരുന്നില്ല. ഫോട്ടോയിൽ അവളുടെ തൊട്ടുപുറകിലായി ആരോ ഒരാൾ നിൽക്കുന്നുണ്ടായിരുന്നു. അതൊരു ചിരിയായിരുന്നു. എലീന പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. പക്ഷേ അവിടെ ആരുമില്ലായിരുന്നു. വെറുമൊരു ശൂന്യമായ കാട് മാത്രം. അന്ന് രാത്രി അവളുടെ ക്യാബിന്റെ വാതിലിൽ ആരോ കൊട്ടി. വാതിൽ തുറക്കൂ. പുറത്തുനിന്നുള്ള ആ ശബ്ദം കേട്ട് അവൾ ഞെട്ടിപ്പോയി. അത് അവളുടെ തന്നെ ശബ്ദമായിരുന്നു. വാതിൽ പതുക്കെ തുറന്നു. മുന്നിൽ നിൽക്കുന്നത് എലീന തന്നെയാണ്. അതേ മുഖം, അതേ ശരീരം. പക്ഷെ അവളുടെ കണ്ണുകൾ കരിമഷി പോലെ കറുത്തിട്ടായിരുന്നു. നമ്മളിൽ ഒരാൾക്ക് മാത്രമേ ഇവിടുന്ന് പോകാൻ കഴിയൂ, അത് മന്ത്രിച്ചു. അടുത്ത ദിവസം രാവിലെ എലീന കാടിനു പുറത്തേക്ക് നടന്നുവന്നു. അവൾ ശാന്തയായിരുന്നു. അവളുടെ മുഖത്ത് ഒരു പുഞ്ചിരിയുണ്ടായിരുന്നു. ആ തടാകത്തെക്കുറിച്ചുള്ള കഥകളെല്ലാം വെറും തോന്നലുകളാണെന്ന് അവൾ പിന്നീട് എഴുതുകയും ചെയ്തു. പക്ഷേ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അവളെടുത്ത എല്ലാ ഫോട്ടോകളിലും എലീന ചിരിക്കുന്നില്ലെങ്കിലും അവളുടെ പ്രതിബിംബം മാത്രം പല്ലെളിച്ച് ചിരിച്ചുകൊണ്ടിരുന്നു. ഇനി നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ചിലപ്പോൾ നിങ്ങൾ ചിരിക്കുന്നതിനേക്കാൾ മുൻപേ നിങ്ങളുടെ പ്രതിബിംബം നിങ്ങളെ നോക്കി ചിരിച്ചേക്കാം.